അമ്മേ മമ്മിയുടെ ആഗ്രഹപ്രകാരം ക്രിസ്മസ് സ്പെഷ്യൽ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സൂക്ഷിച്ച് പിടിക്കണം. നട്ട്സ് അല്ല, ഇത് ഫുൾ ഫ്രൂട്ട് കേക്കാണ്. ആ, കേക്കിനോട് കത്തിയും കിട്ടിയോ? ആഹാ, നിനക്കും വേണോ കേക്ക്? അതാണ് അതിന്റെ വില. വില നമുക്ക് ഏറ്റവും അവസാനം പറയാം. ആദ്യം കേക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആ വിലക്കുള്ള കേക്കോ അമ്മേ, ആ പെട്ടിയൊക്കെ ഒന്ന് കാണിച്ച്. പെട്ടിയൊക്കെ എങ്ങനെയുണ്ട്? ആ വിലക്കുള്ള സാധനങ്ങളുണ്ടോ? ആൻസിന്റെ ആണ്. വാവേ, അമ്മമ്മയുടെ സ്പെഷ്യൽ കേക്ക് കണ്ടോ? നീ ഓടിപ്പോവാണോടാ? അടി കേക്കിന് കഴിച്ചില്ലല്ലോ. അപ്പന് സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അമ്മേനെ ഇനി കുറ്റം പറയരുത്, ഒന്നും പറഞ്ഞേക്കുന്നത് അപ്പനെ ഇങ്ങനെ വാ മൂടി കെട്ടിക്കൊണ്ട് ഇരുത്തിയേക്കുന്നതാണ്. അല്ലേ അപ്പാ? അതിനമ്മേ ആ കത്തി വെച്ചാൽ കട്ട് ചെയ്യുമേ. കേക്ക് മടി ഇത്രയും വില കൊടുത്ത് മേടിച്ച കേക്കല്ലേ, അതങ്ങനെ ഉറുമ്പും ഈച്ചൊന്നും കയറാണ്ട് നല്ല വൃത്തിയായിട്ട് അവർ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നല്ലേ. ഓ കേക്ക് തരാന്നേ. കൊഞ്ചി കിടക്കണ നോക്കി. അച്ഛനടുത്ത് ഒന്ന് കൊഞ്ചനുണ്ടോ? ഉറക്കം വരാൻ തുടങ്ങിയോ? ആ, കേക്ക് എങ്ങനെ കഴിക്കണ്ടേന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. അപ്പോൾ കേക്ക് കഴിക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് ആണോ എന്താണെന്നുള്ളത് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെക്കുക. അതിൻ്റെ ഇത് ഫുള്ള് വായിച്ച് നോക്കുക. ഇത് മൊത്തം വായിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ലെങ്തി ആയിപ്പോൾ. അമ്മേ, അപ്പൻ്റെ ഒരു അടിപൊളി പാട്ടൊക്കെയാണല്ലോ അമ്മേ. ഡാഡി ഇത് പണ്ട് ഊട്ടിയിലുണ്ടായിരുന്നപ്പോൾ ഉള്ള പാട്ടാണ് ഡാഡി. മമ്മിയൊക്കെ വിചാരിച്ചിട്ടിങ്ങനെ അപ്പൻ ഊട്ടിയിലായിരുന്ന സമയത്ത് ഊട്ടിപ്പാട്ടാണ്. ആ പാട്ടുണ്ടല്ലോ. അമ്മി, ഇത്രയും വിലയുള്ള കേക്ക് പെട്ടി തുറന്ന പാപ്പാട് ഇച്ചിരി ഉള്ളല്ലോ അമ്മി. ദിവ്യ, കേക്കിന്റെ വലിപ്പം നോക്കി. ഓ, എന്നാടി പെണ്ണേ? ഇത് മമ്മിക്കാണെങ്കിൽ ഇത് ഈ കേക്കിന്റെ വലിപ്പം കണ്ടിട്ട് മമ്മിക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാനുള്ള വലിപ്പം പോലും ഇല്ലല്ലേ മേ? അവള് നോക്കിയിരിക്കണ നോക്കി കേക്കിലേക്ക്. എന്നെ വിടൂ എനിക്ക് കേക്ക് തിന്നാറായി എന്നുള്ളത്. ഇത് റമ്മല്ല, ഇത് ഫ്രൂട്ട് കേക്കാണ്. ഫ്രൂട്ട് കേക്ക്. ആ, ഇങ്ങോട്ട് വെച്ചോളൂ. ഇനി അതിനകത്ത് വേറെയും പാത്രങ്ങളുണ്ടോ? വെറുതെ അല്ല ഇത്രയും കാശ് മേടിക്കണമെന്ന് നമുക്കിപ്പോൾ മനസ്സിലായോ അമ്മേ? ഈ കേക്കിൻ്റെ വില എത്രയാണെന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? ഊഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വില ഞാൻ എന്നിട്ട് അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അതല്ലേ, 150 രൂപയ്ക്ക് ഇപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി വരെ കിട്ടില്ലല്ലോ എടി. എന്നാടാ? ഓ ഓ, ആ, അപ്പൊ കേക്ക് മുറിച്ചോളൂ. ക്രിസ്മസ് കേക്കാണ്. കുഞ്ഞുമാമ ഉണ്ടായിട്ട് ആദ്യമായിട്ടുള്ള ക്രിസ്മസ് ആണ്. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞാണ്, കഴിഞ്ഞ ക്രിസ്മസിന് ഉണ്ണിയേശ്വരിയും പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചാണ് അടുത്ത ക്രിസ്മസിന് ദൈവമേ ഈ വീട്ടിലൊരു കുഞ്ഞിനെ തരണേന്ന്, ഒരു ഉണ്ണിയെ തരണേന്ന്. അതുപോലെ തന്നെ നടന്നു. നമുക്കും കിട്ടിയൊരു കുഞ്ഞുണ്ണിയെ.
അപ്പൊ കുഞ്ഞുണ്ണിയുടെ ആദ്യത്തെ ക്രിസ്മസ് ആണ്. അപ്പൊ അമ്മ കേക്ക് മുറിക്കാൻ പോവാ. അമ്മയാണ് കേക്ക് മുറിക്കണം കേട്ടോ. കുഞ്ഞിഞ്ഞേ ഞാനൊരു പാട്ട് പാടണോ ഇവിടെ? പാട്ട് പാടുവാണോ? അപ്പം നമ്മുടെ കേക്കിൽ ഫുൾ ഓഫ് ഫ്രൂട്ട്സ് ആണ്. എന്ത് ഫ്രൂട്ട്സ് ആമേ? കഴിച്ചു നോക്കിയിട്ട് പറയാം അല്ലേ? അറിയത്തില്ല മോനെ. കണ്ടിട്ട് തന്നെ നല്ല രസമുണ്ടല്ലേ? എനിക്ക് കേക്ക് മുറിക്കാനും മറ്റും അറിയത്തില്ല. ഇതെന്നാ മുറിക്കലാമേ മുറിക്കണത്? അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് അത്ര എല്ലാം മുറിക്കാനൊന്നും അറിയില്ല. ഇതാർക്കാ ഈ പീസ്? ഇത് ഓരോരുത്തരുടെ വലിപ്പം അനുസരിച്ചാണോ മമ്മി കട്ട് ചെയ്ത് വെച്ചാണമേ? ഒരിടത്ത് അപ്പന് കൊടുക്ക്. അല്ല അങ്ങ് മുറിക്കുമോ അമ്മ അങ്ങോട്ട്? കൈ വരയ്ക്കുന്നുണ്ട്. എന്നാ പിന്നെ ആ മോളിൽ ടൈമിലുള്ളതെന്ന് പറയാൻ കട്ട് ചെയ്ത് തന്നെ. അടി ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ആ കേക്കിനെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞേ. ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായം പറയണം. മമ്മി ഉണ്ടാക്കിയ കേക്കല്ല. അതുകൊണ്ട് മമ്മി അമ്മയോട് ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞേ. കഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ. അതിന്റെ അകത്ത് ഉണ്ടാക്കിയാൽ നിറച്ച് ഫ്രൂട്ട്സ് ആണോ? മമ്മി ഉണ്ടാക്കിയതല്ലാന്ന് പറഞ്ഞില്ല. അമ്മ കഴിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞ എങ്ങനെ ഉണ്ടെന്ന്. ആ ഞാനും കഴിക്കാം. നിറച്ച് ഫ്രൂട്ട്സ് ആണ് അതിൻ്റെ അകത്ത്. എങ്ങനെയുണ്ട് പേര്? എങ്ങനെയുണ്ട് ദിവ്യ? ഇഷ്ടപ്പെട്ടോ? മൊത്തം ഫ്രൂട്ട്സ് അല്ലേ? ഫുൾ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വില മനസ്സിലായിട്ടുള്ളവർ കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അമ്മേ വില പറയട്ടെ? അത് ഒരു കിലോ ഉണ്ടോ അമ്മേ? ഇല്ല 900 ഗ്രാമാണ്. ആ 900 വില. പെട്ടിയുടെ അടിഭാഗം കാണിച്ചപ്പോൾ വില എല്ലാവരും ഇപ്പോൾ കണ്ടു കാണും കേട്ടോ. 2300 രൂപയാണ് കേക്കിൻ്റെ വില. അമ്മ ഇത്രയും ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് തന്നില്ലേ അമ്മേ? ഇത്രയും ഫ്രൂട്ട്സ് ഈ പെട്ടിക്ക് ഒരു 500 രൂപ. പിന്നെ അതിൻ്റെ എത്ര പൊതിച്ചിട്ടുണ്ടായിരുന്നു? പിന്നെ ഇത്രയും ഫ്രൂട്ട്സ് ഒക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് നമുക്ക് തരണ്ടേ? ആ 1 കിലോ ഡ്രൈ ഫ്രൂട്ട്സ് മേടിക്കണമെങ്കിൽ എത്ര രൂപയാവും? അപ്പോൾ ഇത് 900 ഗ്രാം കേക്ക്, ഈ പെട്ടി എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഇത്രയല്ലേ വരുന്നുള്ളൂ. അപ്പോൾ കേക്ക് എന്തായാലും കൊള്ളാം. അപ്പോൾ ആൻസിൽ കിട്ടും. തൊടുപുഴയും കോട്ടയത്തൊക്കെ അവർക്ക് പല ഷോറൂമുകളുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കേക്ക് വേണ്ടവർ നേരെ ആൻസിലോട്ട് ചെല്ലുക. എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡ് കാണാം. വാവ കുറച്ച് ബഹളം വെച്ച് തുടങ്ങി.